ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തുള്ള എൻ്റെ സ്നേഹവന്ദനം. ദൈവവരവിനെ നോക്കി പാർത്ത് ആരാധിക്കുന്ന ഓരോ ദൈവമക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തൻ്റെ വരവിന് വേണ്ടി ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരു എളിയ ദൈവദാസൻ പാസ്റ്റർ ബിജു നിങ്ങൾക്ക് വേണ്ടി ഈ ലഘു സന്ദേശത്തെ പങ്കുവയ്ക്കുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കഴിഞ്ഞ നാളുകളിൽ എന്നെ സ്പർശിച്ചതായിട്ടുള്ള ഒരു തിരുവചനം നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവവചന സന്ദേശത്തിലൂടെയുള്ള ഉദ്ദേശം ദൈവമക്കൾക്ക് കൈമാറിയിരിക്കുന്ന അധികാരം എന്താണ് എന്നൊരു അറിവ് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സന്ദേശം പങ്കുവയ്ക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം നാം ഒരു വചനം വായിക്കുന്നു: നീ ദൈവത്തിൻ്റെ വായ് പോലെയാകും. എന്താണ് ദൈവത്തിൻ്റെ വായുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരു 2 പോയിൻ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, മരിച്ച് 4 നാളായി നാറ്റം വെച്ച് പ്രത്യാശ നഷ്ടപ്പെട്ട ലാസറിൻ്റെ കല്ലറയുടെ പുറത്തു നിന്ന് അരുമനാഥനായ കർത്താവ് ഇപ്രകാരം ഒരു വാക്ക് ഉരുവിട്ടു: ലാസറേ, പുറത്തു വരിക. മരിച്ചവൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്നു. എന്താണ് ദൈവവായുടെ അടുത്ത സവിശേഷത? ഉൽപ്പത്തി പുസ്തകം സൃഷ്ടിയുടെ ആരംഭത്തിൽ 1-ാം അധ്യായത്തിൽ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്തോടെ വാക്ക് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആകാശത്തിൻ്റെ കീഴിൽ, ഭൂമിക്ക് മുകളിൽ, സമുദ്രത്തിൽ ചരിക്കുന്ന സർവ്വചരാചരങ്ങളെയും ദൈവം അവിടെ ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിനെ പോലെ അവിടെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ ആ അധികാരത്തെ, അതേ ചില പ്രവൃത്തികളെ ദൈവം നമുക്ക് കൈമാറിയിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരെത്തും പിടിയുമില്ലാതെ സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, ഒരു അടിസ്ഥാനമില്ലാതെ കാറ്റുകൊണ്ട് അലയുന്ന പടക് പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ, ഈ പ്രഭാതത്തിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം നഷ്ടപ്പെട്ട് ചലിക്കേണ്ടി വരത്തില്ല. ദൈവാധികാരം ദൈവം നമ്മളിൽ പകർന്നിരിക്കുകയാണ്. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് സദൃശ്യവാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ നാവ് കൊണ്ട് ഒരു മനുഷ്യനെ നശിപ്പിക്കുവാൻ അല്ല, നമ്മുടെ നാവ് കൊണ്ട് ഒരു മനുഷ്യനെ പണിയുവാൻ, ഒരു മനുഷ്യന് ആശ്വാസം പകരുവാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യനെ നശിപ്പിക്കുവാനും സാധിക്കും, ഒരു മനുഷ്യനെ നന്നാക്കുവാനും സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് നശിപ്പിക്കുവാനല്ല, നന്നാക്കുവാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ദൈവം ഈ അധികാരങ്ങളെ മനുഷ്യന്, ദൈവമക്കൾക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വായ് പോലെ ആകുവാൻ വേണ്ടി സാധിക്കുന്നത്? ഒന്നാമത്, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ, അതേ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം.
വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവോ അവിടെ നിന്ന് ദൈവത്തിനടുക്കിലേക്ക് മടങ്ങി വരിക. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുകയാണ്, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ച, നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള പ്രസ്താവന വെടിഞ്ഞിട്ട്, നിൻ്റെ സ്വയം നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രസ്താവന വെടിഞ്ഞിട്ട്, നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്താവന വെടിഞ്ഞിട്ട് ഉത്തമമായത് പ്രസ്താവിക്കുകയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഉത്തമമായത് പ്രസ്താവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വായ് പോലെയാക്കുമോ എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്ന ദൈവവചനം. ഈ സന്ദേശത്തെ ശ്രവിച്ച ഏവരെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.